കണ്ണാടിക്ക് മുമ്പിൽ നിന്നിട്ടുള്ള വരില്ല അല്ലേ? വരില്ല. പാടാ എനിക്ക് വരാൻ. എന്താന്ന് എനിക്കറിയില്ല. എന്താ അത് വിഷ്ണു? ഒരു ബോംബ്, 2 ബോംബ്. ലവ് ലൈഫ് ഒന്നും ഇല്ലേ? അങ്ങനെയല്ല, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. എനിക്കിപ്പോ ഇൻഡസ്ട്രി തന്നെ പല നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. എക്സ്പീരിയൻസ് പറഞ്ഞാൽ നോട്ട് ദി ഇലാബറേറ്റ് വൺ, മേ ബി ബൈ എ ടെക്സ്റ്റ് മെസ്സേജ് ഓർ മേ ബി ബൈ എ ഫോൺ കോൾ. ഞാൻ അവരോട് ഒരിക്കലും വർക്ക് ചെയ്തിട്ടില്ല. നേരിട്ട് കണ്ട് കഥ പറഞ്ഞു കഴിഞ്ഞ് ഷൂട്ടിങ്ങിലൊക്കെ ഫസ്റ്റ് ഡേ ആര് പറഞ്ഞു ഇവരെന്തോ കിളി പോയിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി. പരിചയപ്പെടുന്ന ആൾക്കാരോട് വരെ എൻ്റെ ചരിത്രം പറയും. എനിക്ക് പണിയും കിട്ടും. പണി കിട്ടി ഞാൻ മടുത്ത്. എനിക്ക് വാക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ചതിക്കാൻ ഭയങ്കര പാടാണ്. ചെയ്യത്തില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ്റെ ഇപ്പോഴും ആ ഓഡിയൻസിൽ പിടിച്ചിരുന്ന ചാം, തുടർ മൂവിയിലൊക്കെ ആ ഒരു ഒറ്റക്കൈയിലെ ചാട്ടം, ഇതൊക്കെ ആൾക്കാരുടെ ഓഡിയൻസിൻ്റെ ഒരു ഐ ഗോട്ട് ഗൂസ് ബംസ്. എനിക്ക് ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കൊരു ഡയറക്ഷൻ ചെയ്യണമെന്നുണ്ട്. ആൻഡ് വിത്തിൻ 2 years or 1 year I'll do that. I know for sure if I'm all good and healthy by God's grace. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. അന്നയ്ക്ക് ഒരാൾ ഭയങ്കരമായിട്ട് ക്രഷായിട്ട് തോന്നി. അയാൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അയാൾ ഭയങ്കര നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ്. അയാളുടെ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ തീരുമാനിച്ചു. പെട്ടെന്ന് അൺഫോർച്ചുനേറ്റ്ലി അയാൾ ഇങ്ങോട്ട് വന്ന് അങ്ങ് പ്രപ്പോസ് ചെയ്തു. പക്ഷെ വേറൊരു സിറ്റുവേഷനിൽ ഒരുപക്ഷെ അന്നയുടെ അച്ഛന് ഇത് ഒരിക്കലും ഇഷ്ടാവില്ല. ഇയാളെ ഇഷ്ടമാവാനേ സാധ്യതയില്ല. അപ്പൊ ഇങ്ങോട്ട് ഓൾറെഡി അയാൾ ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്, മനസ്സിലങ്ങോട്ട് ഇഷ്ടമുണ്ട്. എന്നാ പിന്നെ അത് കട്ട് ഓഫ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് 2 കാര്യമുണ്ട് വിഷ്ണു ഓർക്കണം എന്ന് പറഞ്ഞാല്, ഈ ഫാദറിന്റെ ബ്രീഡാണ് ഞാൻ. DNA എന്റെ ദേഹത്തും ഉണ്ട് ഇല്ലേ? അപ്പോ എനിക്ക് വാക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ചതിക്കാൻ ഭയങ്കര പാടാ. ചെയ്യത്തില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു. ഇനി സാഹചര്യം മൂലം പിരിയണമെങ്കിൽ പിരിയാം. അത് ഞങ്ങള് തീരുമാനിക്കണം. പക്ഷെ അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ഒന്നിക്കത്തുമില്ല. എൻ്റെ അപ്പ സമ്മതിക്കാതെ ഇഷ്ടപ്പെടുകയില്ല. പൊരിഞ്ചി മറിയും ജോസിലെ മറിയമായിട്ട് നിൽക്കേണ്ടി വരേണ്ടി ആ അവസ്ഥയായിരിക്കും. മനസ്സിലായോ? ആ അവസ്ഥ സ്വീകരിക്കേണ്ടി വരും. I won't cheat any person. Nor will I cheat my father. പ്രൈവസി അല്ല, ജനറലി പറഞ്ഞ ഇങ്ങനെയായിരിക്കും. ഞാൻ പ്രൈവസിക്ക് ഇന്റർഫിയർ ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ അങ്ങനെ ലവ് ലൈഫ് ഒന്നും ഇല്ലേ? അങ്ങനെയല്ല, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഒരു ബോംബ്, 2 ബോംബ്. Okay, I even if I'm in emotional entanglement, I would prefer or want my parents' approval, definitely. Because at the end of the day, what are we seeking? ഞാനിപ്പം എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ സാറ്റിസ്ഫാക്ഷൻ മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് ഒന്നും നോക്കണ്ട ലോകത്ത്, ആരെയും നോക്കണ്ട. ഈവൻ എൻ്റെ പാർട്ട്ണറിനെയും അല്ലെങ്കിൽ വരാൻ പോകുന്ന പാർട്ട്ണറിനെയോ എൻ്റെ ഫാമിലി ആരും നോക്കണ്ട. ഐ ക്യാൻ ഹാവ് മൈ ഓൺ സെൽഫിഷ് ലൈഫ്. പക്ഷേ അതിലൊരു അച്ചീവ്മെന്റ് ഫുൾഫിൽമെന്റ് എനിക്ക് കിട്ടില്ല. അദ്ദേഹം എനിക്ക് സീറോ ആയിട്ട് തോന്നുന്നു. കിളിയും കൂവുന്നു. ദിസ് ഇസ് എ വെരി നാച്ചുറൽ, ഞങ്ങളൊരു കാട് പോലത്തെ. അതെ, അതുകൊണ്ടാണ് തോന്നരുത്. സോ ഫോർ മീ എനിക്ക് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ ഒരു എല്ലാവരും കൂടെ ഒരു യുനാനിമസ് ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ വന്നാൽ ദാറ്റ് വിൽ ബി മോർ ഫുൾഫില്ലിങ്. അപ്പോൾ ഇപ്പൊ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിലെ ലവ് ഇൻട്രസ്റ്റ് ബാക്കിയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പപ്പ ഷുഡ് ടെൽ മീ ദിസ് തിങ്. ഇത് ഞാൻ 2018 തൊട്ട് എൻ്റെ അമ്മയോട് പറയുന്ന കാര്യമാണ്. അമ്മ, വൺ ഡേ ഐ വോണ്ട് ടു മേക്ക് മൈ അപ്പ ഫീൽ പ്രൗഡ്. അമ്മ പറയും, നീ ഈ വഴിക്ക് പോവാണെങ്കിൽ പപ്പ വിൽ നെവർ ബി ഹാപ്പി. പക്ഷേ ഐ വോണ്ട് ടു, ബട്ട് ഐ നോ ഹി വിൽ ബി വൺ ഡേ. ഐ ഡോണ്ട് നോ ഹൗ. ഇത് തന്നെ മറ്റേ റൺവീർ കൊന്നിട്ടാ വരുന്നേ, പപ്പ ജീത് കെ ആയ. I don't know how. I want to make my appa happy. Seriously, രൺബീറിന്റെ ഒരു റിഫ്ലക്ഷൻ പോലെ എനിക്ക് ആ സിനിമ ആനിമൽ കണ്ടപ്പോൾ തോന്നി. चाहे कुछ भी हो, मुझे मेरे पापा को पसंद. I mean, you know, I want to make him happy. खुशी रखना है. That is the like ultimate satisfaction. പക്ഷെ എൻ്റെ പ്രവൃത്തി ഈസ് കോൺട്രഡിക്റ്റിംഗ്. എല്ലാം കോൺട്രഡിക്റ്റിംഗ്. എന്നാൽ എനിക്കിപ്പോ ഹാപ്പി ആക്കണമെങ്കിൽ സിനിമാ ഫീൽഡും വിട്ട് മീഡിയ വിട്ട് എനിക്ക് ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കൊരു ഡയറക്ഷൻ ചെയ്യണമെന്നുണ്ട്. ആൻഡ് വിത്തിൻ 2 years or 1 year I'll do that. I know for sure if I'm all good and healthy by God's grace. പക്ഷേ
എൻ്റെ ഈ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഇപ്പൊ കട്ട് ചെയ്ത് കളഞ്ഞ് പപ്പ ഇപ്പൊ പറയുന്ന പോലെ പക്ക ദാ ഇവിടെ ഒരു വര വരച്ച് അവിടെ നിൽക്കുവാണെങ്കിൽ പപ്പ വിൽ ബി ഹാപ്പി. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാൻ എന്തോ എനിക്ക് പറ്റുന്നില്ല. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ഫോഴ്സ് ഇസ് സ്റ്റോപ്പിംഗ് മീ. എന്തൊക്കെയോ ഇത് എന്താന്ന് എനിക്കറിയില്ല. എന്താ അത് വിഷ്ണു? അത് സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങളെ ഫോളോ ഐ ഡോണ്ട് ചെയ്യുന്ന നോ. എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളെ കണ്ടിച്ച് വീട്ടിൽ പോകുമ്പോ ഐ ഫീൽ ലൈക്ക് ഐ എം ഡെഡ്. ആ. ഞാൻ ജീവിക്കുമെല്ലാം തോന്നുക. ലൈക്ക് ഓക്കെ ഞാൻ ഓക്കെ ഞാനിപ്പം സേക്ക് ഓഫ് എക്സിസ്റ്റിംഗ്. യാ ഐ എം എക്സിസ്റ്റിംഗ്. കഴിക്കുന്നു, ഉറങ്ങുന്നു, രാവിലെ എണീക്കുന്നു. അത് ഭയങ്കര I ബുദ്ധിമുട്ട്. don't want to do that. I want to do something which is making me feel alive. അഹന്ന ജീവിക്കുന്നുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അത് ചിലപ്പോൾ ഒറ്റയ്ക്ക് പോയി ഒരു ചായ കോഫി കുടിക്കുന്നതായിരിക്കാം. ചായക്കടയിൽ പോയി ചായ കുടിക്കുന്നു, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകുന്നു, സോളോ ട്രിപ്പ് പോകുന്നു, വെറുതെ ഞാൻ ചുമ്മാ വിൻഡോ ഷോപ്പിങ്ങിന് പോകുന്നു. ദാറ്റ് മേക്സ് മീ ഫീൽ അലൈവ്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കുന്നു. ഐ എം വെരി സോളിറ്റ്യൂഡ് ഇഷ്ടപ്പെടുന്ന ആളാ. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്. സോ ഇത് ഇത് അറിയാത്ത ആൾക്കാരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിയില്ല വിഷ്ണു. ഐ ഡോണ്ട് നോ. ഈ സംസാരിച്ച് കഴിഞ്ഞിട്ട് ആ. അങ്ങനെ ആളുകളോട് സംസാരിച്ച് ഇന്ററാക്ട് ചെയ്ത് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഹന്നയുടെ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് അങ്ങോട്ട് പോകുമല്ലോ. സംസാരിച്ച് പോയിട്ട് ഹന്നനെ ആദ്യം കണ്ടപ്പോൾ എങ്ങനെ ചോദിച്ചില്ല, ഇത്രയും കിളി പോയ പോലെ സംസാരിക്കുന്ന പ്രതീക്ഷിച്ചില്ല, അങ്ങനെ പറഞ്ഞ ആളുകളുണ്ടോ? അങ്ങനെ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ ഡയറക്ടർ ഫേസസിന്റെ ഡയറക്ടർ ഫസ്റ്റ് സിനിമ പറയുന്ന ജനറേറ്റ് ചെയ്തപ്പം ഞാൻ ഓക്കെ ആ നിലശി ശരി ഇങ്ങനെയാണോ, ഓക്കെ നമുക്ക് നോക്കാം, സെറ്റ്. ഭയങ്കര സീരിയസാ. നേരിട്ട് കണ്ട് കഥ പറഞ്ഞു കഴിഞ്ഞ് ഷൂട്ടിങ്ങിലൊക്കെ ഫസ്റ്റ് ഡേ ഡയറക്ടർ പറഞ്ഞു ഇതിനെന്തോ കിളി പോയിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി. കാര്യം വേറൊന്നുമല്ല. വെൻ ഐ ഫൈൻഡ് ദാറ്റ്. ഇപ്പം വിഷ്ണുവിനോട് ഞാനിപ്പം നമ്മുടെ ഇന്റർവ്യൂവിന്റെ കാര്യമായിട്ടല്ല പറയാം. ഞാൻ വേറെ ഇന്റർവ്യൂസിനോട് ചിലപ്പം ഇത്ര ഫ്രീ ആയിട്ട് പെരുമാറില്ല. കാര്യം എനിക്ക് വിഷ്ണുവായിട്ട് ഇത്ര പരിചയമുണ്ട്. സെക്കൻഡ് തിങ്, എനിക്ക് അവിടെ ജെന്യൂനിറ്റി ഫീൽ ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് ഐ ഷുഡ് ഫീൽ ദർ ഇസ് എ ട്രാൻസ്പെറൻസി. അപ്പൊ ഞാൻ എന്റെ ബാരിയർ അങ്ങ് ബ്രേക്ക് ചെയ്യും. അപ്പൊ എന്റെ ബാരിയർ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് വട്ടാണ്. ചെറിയ ഒരു അങ്ങനെ വട്ടെന്ന് ഞാൻ ചുമ്മാ കോമഡി പറയുന്ന അങ്ങനെയല്ല. ഐ എം വെരി ഫ്രീ. എനിക്ക് മനസ്സിൽ തോന്നുന്നത് പറയും, കോമഡി പറയും. ഐ എം വെരി ചൈൽഡിഷ്. ഞാൻ ഇങ്ങനെ അവരെന്നൊക്കെ പറയും. അപ്പോൾ പുറമെ ഉള്ളവരോട് ഞാൻ ഭയങ്കര ജാടയും മസിലൊക്കെ പിടിച്ചിരിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് പരിചയമുള്ളവരോട് അല്ലെങ്കിൽ എനിക്ക് ഫ്രീഡം കാണിക്കാന്നുള്ളവരോട് ഞാൻ ഇരുന്ന് കാര്യമില്ലല്ലോ. അത്രേ ഉള്ളൂ. അത് ഐ തിങ്ക് എവ്രി വൺ ഇൻ ദ ഇൻഡസ്ട്രി നോസ്. പുതുതായിട്ട് ഒരുപാട് ചിന്തിച്ചിട്ട് തീരുമാനം എടുക്കുന്ന രീതിയൊന്നുമില്ല അല്ലേ? അങ്ങനെയില്ല. കാര്യം ഞാൻ എല്ലാവരോടും തുടക്കം തൊട്ട് എന്റെ ഇൻഡസ്ട്രിയിൽ 2015 തൊട്ട് പരിചയപ്പെടുന്ന ആൾക്കാരോട് വരെ എന്റെ ചരിത്രം പറയും. എനിക്ക് പണിയും കിട്ടും. പണി കിട്ടി ഞാൻ മടുത്ത്. അവസാനം ഞാൻ തീരുമാനം എടുത്തു. അങ്ങനെയല്ല. ദേ കൈൻഡ് ഓഫ് മിസ്യൂസ് യു ലൈക്ക് ഇമോഷണലി ദേ നോ മൈ സീക്രട്ട്, ദേ നോ മൈ വീക്ക്നെസ്. എനിക്ക് എട്ടുകാലിന്റെ പേടി പറഞ്ഞാൽ എനിക്ക് എട്ടുകാലിൽ എന്റെ മേത്ത് കൊണ്ടിടും. അങ്ങനത്തെ അവസ്ഥ. നോർത്ത് വയ്ക്കും. നോ ഇറ്റ്. സോ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദേ ടോണ്ട് മീ ബിക്കോസ് ഓഫ് മൈ ഇമോഷണൽ ഡൗൺഫോൾ. അപ്പം അത് ഞാൻ നിർത്തി. പിന്നെ എന്റെ അടുത്തുള്ളവർ തന്നെ പറഞ്ഞു, അന്ന ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ കോട്ടൊക്കെ കാണത്തില്ലേ, ഡോണ്ട് ടെൽ അബൌട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് അൺടിൽ യു അച്ചീവ് ഇറ്റ് എന്നൊക്കെ. അതൊന്നും അപ്ലൈ ചെയ്യാറില്ല ഞാൻ. അപ്പം ഞാൻ ഇപ്പൊ തന്നെ ഞാൻ അച്ചീവ് ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞു ഡയറക്ടർ ആവണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവല്ലേ. ആയിട്ട് പറ. അല്ല ഇപ്പോഴേ ഞാൻ പറയല്ല എന്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളും. ഇറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് വേ. വാട്ട് എവർ യു വാണ്ട് യു ഡു ഇറ്റ്. ഡു ദി അണ്ടർഗ്രൗണ്ട് വർക്ക്, ഡു ദി ഹോം വർക്ക്. ദെൻ വെൻ യു ആർ വൺസ് ഇൻ യു സ്റ്റാൻഡ് പിന്നെ പറ. ഞാനിത് എല്ലാവരോടും എൻ്റെ കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, വിഷമങ്ങളൊക്കെ പറഞ്ഞ് ഐ ഗെറ്റ് ഹേർട്ട് ഫ്രം ദം. ഞാൻ പലപ്പോഴും ഞാൻ പറയുന്നില്ല. വെരി റീസെന്റ് ഇത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും, ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ വരെ ഞാൻ വർക്ക് ചെയ്ത ഒരാളോട് ഡിസ്കസ് ചെയ്തു. വിത്തിൻ 1 month ഞാൻ അറിഞ്ഞ് അദ്ദേഹം 2-3 പേരോടൊന്നല്ല കുറേ പേരോട്, ഒരു 7-8 പേരോട് ഇതൊക്കെ ചെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പേഴ്സണൽ ഇമോഷൻസ് ഒക്കെ പറഞ്ഞപ്പോ അദ്ദേഹം എൻ്റെ പേഴ്സണൽ ഇമോഷൻസ് ഒരു 7 പേര് പറഞ്ഞു. ഈ 7 പേരും എൻ്റെ ഫ്രണ്ട്സാ. 7 പേരും എടുത്തെന്ന് പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം വന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ പോയില്ല. ഞാൻ പറഞ്ഞ അവിടെ ചോദിക്കാൻ പോയില്ല എന്തിനു നിങ്ങളിത് പറഞ്ഞു എന്ന്. കാര്യം എനിക്ക് മനസ്സിലായി പറഞ്ഞിട്ട് കാര്യമില്ല, പറയുന്ന സ്വഭാവമാണ്. അപ്പൊ ഞാൻ വിട്ടു കളഞ്ഞു. ഇനി പറയാണ്ടിരുന്നാ പോരെ. ചതിച്ചവരോടൊക്കെ ക്ഷമിക്കുക അപ്പൊ തന്നെ. പറഞ്ഞിട്ട് എന്തിനാ കാര്യം? വല്ല ഗുണമുണ്ടോ? ഗുണമുണ്ടോ? തോട്ട്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ?
ഇപ്പൊ ഇപ്പൊ പണ്ട് ഞാൻ എല്ലാം പറയുമായിരുന്നു. വിഷ്ണു എന്നെ കൂമൻ സമയത്ത് കാണുന്ന ഹന്നയല്ല, ആ ഫേസസിന്റെ സമയത്ത് കാണുന്ന ഫേസസിന്റെ സമയത്ത് പല ഫേസുമായിട്ടിരിക്കുന്ന ഒരു ഹന്നയാണ്. അങ്ങനെയല്ല. കൂമൻ സമയത്ത് ഞാൻ കുറച്ചും കൂടെ ലൈക്ക് ഐ വുഡ് സേ വെരി ഫോക്കസ്ഡാ. നോട്ട് ഫോക്കസ്ഡ്. ഐ വാസ് വെരി ലെസ് ഫോക്കസ്ഡ്, ഓ വെരി നെയ്വ്. ഓ ഐ വാസ് ഓ വെരി നെയ്വ്. ഓക്കെ ആ ഓക്കെ. സമയങ്ങളിൽ വിഷ്ണു ഇതുപോലെ ഇന്റർവ്യൂ എടുത്തിരുന്നെങ്കിൽ എന്റെ മുതുമൂത്തച്ഛന്റെ ചരിത്രം വരെ ഇപ്പൊ ഇവിടെ കിട്ടിയെന്നെ. നിങ്ങൾക്ക് അതൊരു വലിയ സീരിയസ് ആയിട്ട് ഇറക്കാമായിരുന്നു കേട്ടോ. അപ്പോ ഞാനിപ്പോ ഇപ്പം ഞാൻ ഫിൽട്ടർ ചെയ്യാന്നല്ല, പറയുന്നതൊക്കെ സത്യമാണ്. പക്ഷേ പണ്ടത്തെക്കാട്ടി കുറച്ചും കൂടെ ഐ വുഡ് സേ ഫിൽട്ടർ ചെയ്യും ആൾക്കാരെ കാണുമ്പോൾ. ഐ ട്രസ്റ്റ് യു, എനിക്കറിയില്ല, ഐ ഫീൽ ഐ ക്യാൻ ട്രസ്റ്റ് യു. അത് വിഷ്ണുവിന്റെ ക്വാളിറ്റി ആയിരിക്കും. കാര്യം കുറെ നാളായി കാണുന്നു. ആൻഡ് ഐ നോ ദർ ഇസ് എ ഓറാന്ന് പറയുമല്ലോ ചിലരുണ്ട്. ഞാൻ ഇതൊന്നും ജഡ്ജ് ചെയ്യാതെ പലരോടും ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൻ്റെതായുള്ള ഭവിഷ്യത്വങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ നല്ലതെന്നും പറയുന്നില്ല. എനിക്കും ഡ്രോബാക്സ് ഉണ്ട്. ഞാനൊരിക്കലും ഞാൻ ഭയങ്കര ഇംപെർഫെക്റ്റാ. ഞാൻ വേറൊരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പം ദിവസം ഭയങ്കര വൈറൽ ഇന്റർവ്യൂ ഓഫ് യൂസ് അറിയാലോ. ഇതിന്റെ ബാക്ക്ലാഷിൽ എന്താ പറ്റുക വെച്ചാൽ കുറെ പേര് ഇത് വിചാരിക്കുക അന്ന അതിൽ ആ സ്ക്രിപ്റ്റിൽ ഇൻവോൾവ് ആണ് എന്നുള്ളതാണ്. ആൻഡ് അത് നമ്മുടെ എന്റർടൈൻമെന്റ് ജേർണലിസത്തിൽ ഒരിക്കലും ട്രൈ ചെയ്യാൻ പാടില്ലാത്ത ഒരു ഏരിയ ആണ്. വളരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ നിന്ന് വരുന്നത്. ആൻഡ് നിങ്ങളുടെ റിയാക്ഷൻസും ആൻഡ് ദാറ്റ് ഷുഡൻ ബി ഔട്ട് ഓൺ ഇന്റർനെറ്റ് ഫോർ എ പ്രൊമോഷൻ ഓഫ് ദ ഫിലിം. ഇതിന്റെ എഫക്ട്സ്, സൈഡ് എഫക്ട്സ് എന്തൊക്കെയുണ്ട്? സൈഡ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി ഐ വുഡ് നെവർ ബ്ലെയിം ദ ടീം, ബിക്കോസ് അവരും അവരുടെ റീച്ച് നോക്കുന്നു. നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു എന്ത് ചോദ്യം ചോദിച്ചാലും കുഴപ്പമുണ്ടോ, വി നെവർ ഗേവ് ദം ഫിൽട്ടർ ഓൾസോ. അങ്ങനെ ഞങ്ങൾ പറയണമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ബട്ട് ഇതിന്റെ ഒരു സൈഡ് ആഫ്റ്റർ എഫക്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി സൈഡിൽ നിന്നായിരുന്നു. മൈ പാരന്റ്സ് ടോൾഡ് മീ ഓക്കെ ഇത്രയും കോൺട്രവേഴ്സി ഒക്കെ ആണെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് മൂവീസ്. പക്ഷേ പിന്നെയും ലൈക്ക് ഐ സെഡ് മൈ ഫാദർ വാസ് ലൈക്ക് ഓക്കെ ലെറ്റ് ഹെർ ഡു വാട്ട് ഷീ ലൈക്സ്. പിന്നെ എന്നെ എൻ്റെ ഇഷ്ടത്തിന് വിട്ടു. അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ കുറ്റബോധം ഉണ്ടാക്കുക. ലൈക്ക് എന്തൊക്കെ പറ്റിയാലും ഇതൊന്നും അല്ല കേട്ടോ, എൻ്റെ ലൈഫിൽ പേഴ്സണൽ ഡിസിഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വിഷ്ണു ചോദിച്ചാൽ ലവ് ഇമോഷന്റെ കാര്യമാണെങ്കിലും പേരൻസിന് ഇഷ്ടമില്ലാത്ത ഇമോഷണൽ അഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കരിയർ ചോയ്സ് ആണെങ്കിലും മീഡിയ അവര് താല്പര്യപ്പെട്ടല്ല, അതും ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അവര് ഉൾക്കൊണ്ട് ദേ ആർ സപ്പോർട്ടിങ് മീ ലൈക്ക് ബിക്കോസ് ഐ എം ദ ഡോട്ടർ. സോ എനിക്ക് ഓരോ സ്റ്റെപ്പ് ഞാൻ എടുക്കുമ്പോഴും എനിക്കൊരു ഭയങ്കര ഒരു പ്രിക്കിംഗ് ഫീൽ ഉണ്ട്. എനിക്ക് ആ പ്രിക്കിംഗ് ഫീൽ മാറ്റണം. ഇത് എന്ന് മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് അതിനു വേണ്ടിയുള്ള ഒരു തെരച്ചിലാണ് ഞാൻ. ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു live the career or lose myself. I want to make them happy and I want to go ahead. Choosing my career. Life is just once, right? So I just want to do things amicably. ഡിപ്ലോമാറ്റിക് ആൻസർ എന്നറിയാം, ഇത് എനിക്ക് പറയാനറിയാം. അപ്പൊ ഈ ആളുകളെ തെരഞ്ഞെടുത്തിട്ട് പണി കിട്ടുമ്പോഴേ പിന്നെ ആളുകളെ അടുത്ത മീറ്റ് ചെയ്യുമ്പോഴോ സംസാരിക്കുമ്പോഴൊക്കെ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവരെ ജഡ്ജ് ചെയ്യോ? ഞാൻ അടുത്തവരെ മീറ്റ് ചെയ്യാൻ നിൽക്കാറില്ല. ഞാൻ എനിക്ക് പണി തന്നിട്ടുള്ള വീഡിയോയോടെ ഞാൻ ഒരിക്കലും പിന്നെ മീറ്റ് ചെയ്തിട്ടില്ല, മീറ്റ് ചെയ്യില്ല. ഞാൻ അവരെ അവോയ്ഡ് ചെയ്യും, നൈസായിട്ട് അവോയ്ഡ് ചെയ്യും. അല്ലാതെ അവരോട് നന്നായിട്ട് പെരുമാറുക, അതാണ് സ്വീറ്റ് റിവെഞ്ച്, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഞാൻ എനിക്കിപ്പോ ഇൻഡസ്ട്രി തന്നെ പല നെഗറ്റീവ് റിയാക്ഷൻസ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. എക്സ്പീരിയൻസ് പറഞ്ഞാൽ നോട്ട് ദി ഇലാബറേറ്റ് വൺ, മേ ബി ബൈ എ ടെക്സ്റ്റ് മെസ്സേജ് ഓർ മേ ബി ബൈ എ ഫോൺ കോൾ. ഞാൻ അവരോട് ഒരിക്കലും വർക്ക് ചെയ്തിട്ടില്ല, ഞാൻ വർക്ക് ചെയ്യത്തുമില്ല. അവരെനിക്ക് അവസരം വിളിച്ച് തന്നിട്ടുണ്ട്, പക്ഷെ വർക്ക് ചെയ്തിട്ടില്ല, വർക്ക് ചെയ്യത്തുമില്ല. അത് അവർക്ക് അറിയാം, ഇപ്പൊ കേൾക്കുന്നവർക്ക് അറിയാം. ലൈക്ക് അവര് എനിക്ക് എൻ്റെ അടുത്ത് നെഗറ്റീവായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവര് പിന്നീട് പല സിനിമകളിലും ഹന്ന ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോഴും അവരുടെ ഡയറക്ടറും അവരുടെ ആൾക്കാരും പ്രൊഡ്യൂസറും ആക്ടറും ഒക്കെ മെസ്സേജ് അയക്കുമ്പോഴും ഞാൻ നോ പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ. സോറി ഐ ആം ബിസി, താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് റെസ്പെക്ട് കിട്ടാത്ത സ്ഥലത്ത് ഞാൻ നിൽക്കാറില്ല. റെസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സല്യൂട്ട് അടിക്കണം എന്നല്ല കേട്ടോ, അതായത് ഗിവ് ആൻഡ് ടേക്ക് പോളിസി. അപ്പൊ അതവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുന്നതിന് തുല്യ. അപ്പൊ ഞാൻ അവിടെ നിൽക്കില്ല, അങ്ങനെ സിനിമകളും ചെയ്യാറില്ല, വർക്കും ചെയ്തിട്ടില്ല.
ഈ കുറ്റബോധങ്ങളെ പറ്റി പറയുമ്പോഴേ ഉം. ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ ഹെൽത്ത് കോൺഷ്യസ് ആയ ആളുകൾക്ക് ഇപ്പം ഒരു മന്തി കഴിക്കുന്നു, ഉം. അപ്പൊ അപ്പൊ ഒരു കുറ്റബോധം ഉണ്ടാവില്ലേ? തോന്നാറുണ്ട്. അതിനെങ്ങനെ മറികടക്കുക? ഇപ്പം വിഷ്ണു നേരത്തെ കോമഡി കണ്ട ഞാനല്ല. ഞാനിപ്പം 10 കിലോ കൂടി വിത്തിൻ 1 month എനിക്ക് കുറയ്ക്കണം. ബിക്കോസ് ഐ ആം എൻ എക്സ് പ്രോജക്ട് കമ്മിറ്റഡ്. ആ, അതിനുവേണ്ടി കുറച്ചുകൊണ്ടിരിക്കുന്നു. സോ വെൻ എവർ ഐ ഹാവ് ദി ഫുഡ് ലൈക്ക് Cravings. മേ ബി ക്രേവിങ്സ് അല്ല, വെൻ ഐ ഹാവ് മേ ബി വെരി റീസെന്റ് ഞാൻ എവിടുന്നായിരുന്നു, ഞാൻ ബ്രാൻഡ് പറയുന്നില്ല, ആ. അംബാസഡർ ആക്കിയാലേ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഹോട്ടലിൽ നിന്ന് നല്ലൊരു ഫുഡ് കഴിച്ചു. അപ്പോൾ അതൊരു ബീഫ് ബിരിയാണി ആയിരുന്നു. ആ, അതിൻ്റെ ഐ ലവ് ദ ഫ്ലേവർ. സോ അത് കഴിച്ചപ്പം ഞാൻ ഓർത്തൊരു ചെറിയൊരു പോർഷൻ കഴിക്കാന്ന് ഓർത്തു, ആ, പ്രൊമോഷൻ്റെ സമയത്തെ ഇടയില. പക്ഷെ ഞാനിത് കുറച്ച് ക്വാണ്ടിറ്റി കഴിച്ചു പോയി. ആ. കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറ്റബോധം, ദൈവമേ ഞാൻ ഇനി എന്തോരം വർക്കൗട്ട് ചെയ്യണം. ബട്ട് ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ കാൺ ഹെൽപ്പ്. ബട്ട് ഐ തിങ്ക് എനിക്ക് ഇതുപോലെ മിസ് ഇന്ത്യക്ക് പോകേണ്ടപ്പോൾ ഉം, 2 months സമയമുള്ളൂ. 13-14 കിലോ കുറയ്ക്കണം. ഉം. 2 months ഞാൻ കുറച്ച ആളാ. ഓ, അപ്പോൾ എനിക്കറിയാം വേണമെന്ന് വെച്ചാൽ ചക്ക എന്തെങ്കിലും കഴിക്കും. വേരിലും കായ്ക്കും. ചക്ക വരെ ഞാൻ മാങ്ങ വരെ വെയിൽ കായ്പ്പിക്കും. അതുകൊണ്ട് എനിക്കറിയാം. ഓക്കെ. കുഴപ്പമില്ല, സെറ്റാണ്. ഇപ്പോഴേ മലയാളിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം 2 മാസ്റ്റർ പെർഫോമേഴ്സ് ആയിട്ട് 2 പേരുണ്ടല്ലോ, ബൃഹത്താഖ്യാനങ്ങൾ എന്നൊക്കെ പറയുന്ന. എന്താ ബൃഹത്താഖ്യാനങ്ങൾ, ഐ മീൻ എന്നെ ബുദ്ധിജീവനം പരീക്ഷിക്കുന്നു വിഷ്ണു. തോറ്റിരിക്കണം മോഹൻലാൽ, Yes. മമ്മൂട്ടി. ഇപ്പൊ അവരായിട്ട് അടുത്ത് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ പടങ്ങൾ കാണുമ്പോഴോ എന്ത് കൈൻഡ് ഓഫ് ഇൻസ്പിറേഷൻസ് ഉണ്ടാവുക ആസ് എൻ ആർട്ടിസ്റ്റ്? ഇരുവർ കാണുമ്പോ എന്താ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പൊ കളങ്കാവൽ കാണുമ്പോ ഇതിനെന്താ നിങ്ങക്ക് തോന്നുക? നമ്മൾ നിൽക്കുന്നതൊക്കെ ആസ്വാദകർ എന്നുള്ള രീതിയിലല്ലേ, നിങ്ങൾ അതിനകത്താണ്. ഇപ്പൊ ആക്സസ്. കളങ്കാവൽ കണ്ടിട്ടില്ല, കാണണം. ഉം. സോണി ലിവിൽ ഉണ്ടെന്ന് പറഞ്ഞു, ഉം. കാണണം. ഐ മിസ് ദാറ്റ്. എനിക്കത് കാണുമ്പോ ഫോർ മീ, ഞാനിപ്പോ മമ്മൂക്കയുടെ കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ദ വേ ഹി ചൂസസ് എ സ്ക്രിപ്റ്റ്. I don't know how such script come to him. Rorschach, like what all movies എനിക്ക് പറയാനായിരുന്നു, കാതൽ. all these movies are so versatile. ഇതെങ്ങനെ ഇദ്ദേഹത്തെ തേടിയെത്തുന്നു, ഇനി ഇദ്ദേഹം തേടിയെത്തുമ്പോൾ ഇദ്ദേഹം എങ്ങനെ സെലക്ട് ചെയ്യുന്നു, that is something which I have to appreciate. Not just me, everyone should appreciate about him. അദ്ദേഹത്തിന്റെ കഴിവാണിത്. ഞാനിപ്പം ഈ സിനിമ കാണുമ്പം ഐ തിങ്ക് ഞാൻ മാത്രമല്ല, വിഷ്ണു വരെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും ഇവരെങ്ങനെ ഇങ്ങനെ ഫോക്കസ്ഡ് സിനിമകൾ എടുക്കുന്നു. എവറിഥിങ് ഇസ് ഡിഫറെന്റ്. ഭീഷ്മപർവം എല്ലാ സിനിമകളും ഇറ്റ്സ് സോ ലൈക്ക് വേഴ്സൽ. ഭ്രമയുഗം അക്കാഡമിയുടെ അവിടെ പോയില്ലേ സാധനം, ഇരിക്കുമല്ലേ. അതെ, പീപ്പിൾ ആർ വാച്ചിങ് ഇറ്റ്, സ്റ്റുഡൻസ് ആർ വാച്ചിങ് ഇറ്റ്. സോ ഐ തിങ്ക് ദിസ് വേ ഓഫ് ചൂസിങ് മൂവീസ് സംതിങ് വിച്ച് ഐ അപ്രീഷിയേറ്റ് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ തലമുറയിൽ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ലാലേട്ടൻ്റെ ഇപ്പോഴും ആ ഓഡിയൻസിനെ പിടിച്ചിരുന്ന ചാം, തുടരും മൂവിയിലൊക്കെ ആ ഒരു ഒറ്റ കയ്യിലെ ചാട്ടവും ഇതൊക്കെ ആൾക്കാരുടെ ഓഡിയൻസിന്റെ ഒരു ഐ ഗോട്ട് ഗൂസ് ബംസ്. ഞാൻ പുള്ളിയുടെ പഴയ സിനിമകളൊന്നും അധികം കണ്ടിട്ടില്ല. എനിക്ക് കോമഡി ഇഷ്ടമുള്ളൂ. നരൻ അല്ലെങ്കിൽ അങ്ങനെ സിനിമകളൊന്നും അധികം ഫാനല്ല ഞാൻ. എനിക്കിഷ്ടം കോമഡിയാ, കിലുക്കം അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്കിഷ്ടം. അപ്പം പക്ഷെ അങ്ങനത്തെ എനിക്ക് പോലും ഗൂസ് ബംസ് തോന്നുന്നു തുടരും കണ്ടപ്പോ. വെരി റീസെന്റ് ഞങ്ങള് കാണാൻ പോയിരുന്നു ലാലേട്ടനെ തന്മൂത്തൊരു സെറ്റില് കണ്ടു. അതേ ഇങ്ങനെ നടന്നു വരുമ്പോ ആ ഒരു ഓറയുണ്ട്, നമ്മുടെ പണ്ടത്തെ മീശ വരിച്ച ലാലേട്ടൻ ലുക്കിലാ വരുന്നത്. സോ ഇതൊക്കെ കാണുമ്പോൾ രസമാണ്. മമ്മൂക്കടൊപ്പം എനിക്കൊരു ഫോട്ടോഷൂട്ട് പണ്ട് വർഷം ചെയ്തായിരുന്നു. ആൻഡ് മമ്മൂക്കയായിരുന്നു ഞങ്ങളുടെ ഇപ്പം ഞങ്ങളുടെ പോസ്റ്റർ ഷെയർ ചെയ്തു. അതൊക്കെ പറയുമ്പം അവരൊക്കെ ഇപ്പോഴും ആർട്ടിസ്റ്റിനൊക്കെ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം അവരുടെ ചോയ്സ് ഓഫ് മൂവീസ് ഇസ് ഓൾവേസ് കൈൻഡ് ഓഫ് വി ഹാവ് ടു കമന്റ് ഓൺ ഇറ്റ്. അവരെ കണ്ടു വേണം നമ്മൾ പഠിക്കാൻ. ഇത്രയും നാള് കഴിഞ്ഞിട്ടും ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് 1 decade or 2 decades. Decades, man. They are just ruling the industry, and that means they have that quality in them. അവരുടെ ആ ചൂസിങ് കാണുമ്പം ഞാനിപ്പോ ഇത് കാണുമ്പം അപ്രീഷിയേറ്റ് ചെയ്ത് വണ്ടടിച്ച് നിൽക്കുക എന്നുള്ള സ്ഥലത്തിലേ ഞാൻ നിൽക്കുന്നത്. അങ്ങനെയാണ് നിന്നോണ്ടിരിക്കുന്നു. പെട്ടെന്ന് പറയണേ. ബ്യൂട്ടി, ഇന്നർ ബ്യൂട്ടി. ഇന്നർ ബ്യൂട്ടി മാൻ. എനിക്ക് അധികം ബ്യൂട്ടി ഒന്നും ഇല്ല. ഇന്നർ ബ്യൂട്ടി. വൈ ഇന്നർ ബ്യൂട്ടി? ഐ എം മോർ കമ്പാഷനേറ്റ്. എപ്പോഴും ഇല്ല, ഇടയ്ക്കൊക്കെ. സ്റ്റാർബക്സിലെ കോഫി, തട്ടുകടയിലെ സമോവറിലെ ചായ. അയ്യോ, തട്ടുകടയിലെ സാധനം മാൻ, തട്ടുകടപ്പ് സാധനമാണ് ഞാൻ. നോട്ട് ദി പോഷ് തിങ്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് വെരി മീഡിയോക്കർ. പോഷ് ഇസ് വെരി മീഡിയോക്കർ. എവരിവൺ ഹാസ് ഇറ്റ്. ദാറ്റ് ഇസ് ജസ്റ്റ് ഫോർ ഷോക്കേസ്. യു ഡോണ്ട് ഗെറ്റ് ദി ഒത്തന്റിക് ടേസ്റ്റ്. അവിടെ കിട്ടത്തില്ല. ഒത്തന്റിക് ടേസ്റ്റ് വേണമെങ്കിൽ തട്ടുകട, വിറകടുപ്പ്, നല്ല കുഞ്ഞു കുഞ്ഞു കടകളുണ്ടല്ലോ, അവിടെയൊക്കെ പോകണം. കട എന്തൊക്കെയാന്ന് എന്നോട് ചോദിച്ചാൽ മെസ്സേജ് അയച്ചാ പറഞ്ഞുതരാം.
ഇഷ്ടംപോലെ കട അറിയാം. ഫ്ലൈറ്റോ KSRTC ബസ്? ലോങ് സ്ഥലമാണെങ്കിൽ ആ. ഫ്ലൈറ്റ്. കാര്യം ട്രാവലിങ്ങിനോട് അധികം താല്പര്യം ഇല്ല. ആ. എന്നാൽ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെയാണ് KSRTC ബസ്സിൽ പോകാൻ ഇഷ്ടമാണ്. ഓക്കെ. പണ്ട് നമ്മുടെ ഡയറക്ടർമാരൊക്കെ പോകുന്ന പറയല്ലേ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി. സ്ക്രിപ്റ്റ് എഴുതാനല്ല, എനിക്ക് ചുമ്മാ പോവാൻ. ബോഡിക്കോൺ ഡ്രസ് ഓർ പട്ടുപാവാട? ബോഡിക്കോൺ. ആ. പട്ടുപാവാട എന്താ അറിയോ? ആ. ബോഡിക്കോൺ ഇപ്പൊ എടുത്തില്ല. ഇപ്പോഴൊക്കെ ചെയ്യാൻ അറിയൂല. കുഴപ്പമില്ല. അല്ല, പട്ടുപാവാട ഞാൻ ഇട്ട് ശീലിച്ചിട്ടില്ല. പണ്ട് സ്കൂളിൽ സെറ്റ് സാരി ഓർ ബോഡിക്കോൺ ഡ്രസ്? ബോഡിക്കോൺ. ഐ മോർ ഇൻ ടു മോഡേൺ ഡ്രസ്സസ്. ഔട്ട്ഫിറ്റ്സ് വരുമ്പോ എപ്പോഴും എനിക്ക് അറിയില്ല, ഇങ്ങനെ മോഡേണിലേക്ക് കണ്ടുപോകും. അറിയത്തില്ല പണ്ട് തൊട്ട് എങ്ങനെയാ. മോർ ഇൻ ടു ഫാഷൻ ഇറ. ലൈക്ക് ഉണ്ടല്ലോ, ഐ ലൈക്ക് ദി ട്രെൻഡി ഔട്ട്ഫിറ്റ്സ്. ഓർ മേ ബി ബോഡിക്കോൺ ഇല്ലെങ്കിലും ട്രഡീഷണലിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം വെസ്റ്റേൺ വെയറാ. BTS, മൈക്കിൾ ജാക്സൺ? രണ്ടും ഇഷ്ടമല്ല. മൈക്കിൾ ജാക്സൺ ഇഷ്ടമല്ല? ഇഷ്ടമല്ലെന്നല്ല, രണ്ടുപേരുടെയും കേൾക്കും. ഐ എം മോർ ഫാൻ ഓഫ് the female voices, where I like Billie Eilish. ബില്ലിയുടെ വോയിസ് ഇഷ്ടമാണ്, ടേലർ സ്വിഫ്റ്റ് ഇഷ്ടമാണ്, സെലിൻ ഡിയോൺ ഇഷ്ടമാണ്. മോണിക്ക? I like all these. എനിക്ക് ആ ഒരു വൈബാണ് ഇഷ്ടം. അങ്ങനത്തെ കേൾക്കാറുള്ളൂ. എൻ്റെ ലിസ്റ്റിലാണെങ്കിലും മെയിൽസ് BTS ഇല്ല. എല്ലാവരും BTS പറഞ്ഞ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പം ഫൈൻ, ഇഷ്ടമാണ്. മൈക്കിൾ ജാക്സൺ ഇഷ്ടമാണ്. ബട്ട് ഐ മോർ ഇൻടു ദീസ്. മേ ബി ബിക്കോസ് ഫീമെയിൽസ് കണക്ട് മോർ ടു ഫീമെയിൽസ്. എനിക്കൊരു സെലിൻ ഡിയോന്റെയും അല്ലെങ്കിൽ മൈലി സൈറസിന്റെ ഒക്കെ പാട്ട് കേൾക്കുമ്പം എനിക്ക് എൻ്റെ ഏറ ഓർമ്മ വരും. 90s 2000s ഏറയിലെ പാട്ടുകളാ എനിക്ക് ഓർമ്മ വരും. അപ്പൊ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായിരുന്നു കേൾക്കുന്നത്. ഇന്റിമേറ്റ് സീൻ ഇൻ എ മണിരത്നം മൂവി ഓർ എ ഫൈറ്റ് സീക്വൻസ് ഇൻ എ തരുൺ മൂർത്തി ഓ മൂവി? മൈ ഗോഡ്, ഫൈറ്റ് സീക്വൻസ് തരുൺ മൂർത്തി മാൻ. ഇന്റിമേറ്റ് സീക്വൻസ് എനിക്ക് വരത്തില്ല. മറ്റേ മണിരത്നം കട്ട് പറഞ്ഞ് എന്നെ കണ്ണാടിക്ക് ഇറങ്ങി പോടിന്ന് പറയും. കണ്ണാടിക്ക് മുമ്പിൽ വന്നിട്ടുള്ള വരില്ല അല്ലേ? വരില്ല. പാടാ എനിക്ക് വരാൻ. ബേസിസിൽ തന്നെ എങ്ങനെയൊക്കെയോ ഇന്റിമേറ്റ് സീൻ അഭിനയിച്ചു. ലവ് ലെറ്റേഴ്സ് ഓർ ഫേസ് ടൈം? ലെറ്റേഴ്സ് മാൻ. എപ്പോഴും അത് വേറെ ഫീലിംഗാ. എനിക്ക് 7ാം ക്ലാസ്സിൽ എൻ്റെ ഫസ്റ്റ് ക്രഷ് ഒരു കാർഡ് തന്നായിരുന്നു. നമ്മുടെ ക്രഷ് ആയിരുന്നോ? കാർഡ് തന്നിട്ടുണ്ടായിരുന്നു. ആ കാർഡ് ഇപ്പോഴും എൻ്റെ ഉണ്ട്, ഒരു യെല്ലോ കാർഡ്. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ദാറ്റ് ഈസ് സംതിങ്. പണ്ടത്തെ സ്ലാം ബുക്ക് ഇല്ലേ നമ്മുടെ സ്കൂൾ, അതിന്റെ ഒരു സാധനം ഇപ്പോഴത്തെ പിള്ളേർക്ക് കിട്ടത്തില്ല. ഫേസ് ടൈമിങ്ങിനോ അല്ലെങ്കിൽ എന്താണെങ്കിലും കിട്ടത്തില്ല. വിഷ്ണു എനിക്കറിയില്ല, വിഷ്ണു എപ്പോഴാണ് അയച്ചേ? ഇപ്പൊ 2005 കാണോ? 20 എപ്പോഴാ? 96 ആണോ? നമ്മളെ സെയിം ഏജാ, കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ആ ഒരു വൈബ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്ക് കിട്ടത്തില്ലടേ. ഇപ്പോഴത്തെ വാട്സാപ്പും ഫേസ് ടൈമും ഒന്നും പണ്ടത്തെ സാധനം കിട്ടത്തില്ല. എനിക്കറിയില്ല, എന്തോ ഒരു അപാകത. ഞാൻ ലെറ്റേഴ്സ്. നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ ഓർ സെക്കൻഡ് ഷോ? നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ. സോറി, സെക്കൻഡ് ഷോ ഇഷ്ടമാണ്, കാണും. അതല്ല, മേ ബി ബിക്കോസ് ഞാൻ എൻ്റെ ഒരു ടൈം ഇഷ്ടപ്പെടുന്ന ആളാ. തിയേറ്ററിൽ പോയി കാണണം എന്നേരം തിയേറ്ററിൽ പോയി കാണാതിരിക്കരുത്. സെക്കൻഡ് ഷോ കാണണം, അത് വേറെ. അതല്ല ഞാൻ പറയുന്നത്. സിനിമ ഒന്നും റിലീസ് ആകാത്ത സമയമുണ്ടല്ലോ വെറുതെ ഇരിക്കുമ്പോൾ, അന്നേരം നമുക്ക് ഇഷ്ടം പോസ് ചെയ്യാം, ഇഷ്ടമുള്ളപ്പം വാഷ്റൂമിൽ പോവാം, ഇഷ്ടമുള്ളപ്പം ഫോൺ വിളിക്കാം, ഇഷ്ടമുള്ളപ്പം പോയി ഒരു ഓംലെറ്റ് ഉണ്ടാക്കി വന്ന് തിന്നാം. ഇല്ലേ? അതാണ് പ്രാധാന്യം. നെറ്റ്ഫ്ലിക്സ് അല്ലേ പറ്റൂ. നെറ്റ്ഫ്ലിക്സ്. താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ വൺസ് അഗൈൻ. ഇനിയും കാണുമ്പം എനിക്ക് പറയണം സബാഷ് ബേട്ടയോട് വരണം. ഓക്കെ വിഷ്ണു, താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.